ഗായ്സ് ഇന്നൊരു മൈലാഞ്ചി കഥയാണ് കേട്ടോ. അപ്പോൾ ഇതാ വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു മൈലാഞ്ചി കണ്ടപ്പോൾ ഒരാഗ്രഹം. കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞാൻ മൈലാഞ്ചി ഇടുന്നത്. എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ മൈലാഞ്ചി ഇടുന്നത് ഇഷ്ടമല്ല. സംഭവം എന്താണെന്നറിയാം, കുറച്ച് ദിവസം മുന്നേ എൻ്റെ കെട്ടിയോന് ഈ വിരൽ പിടിച്ച നഖത്തിലൊന്നും നിനക്ക് മൈലാഞ്ചി ഇട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ട്യൂബ് ഡോളറാണ് കേട്ടോ ഞാൻ ഇട്ടത്. പക്ഷേ അത് സംഭവം അങ്ങോട്ട് നിന്നില്ല. അപ്പോൾ നമുക്ക് കണ്ട നമ്മുടെ മൈലാഞ്ചി വീടിൻ്റെ മുറ്റത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ കാരണന്മാർ നമുക്ക് അരവൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ട് നമ്മുടെ മിക്സിയിലാണ് കേട്ടോ ഈ സംഭവം ഇട്ടത്. ഇനി ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വല്ല മൈലാഞ്ചി കറിയാണെന്ന് വിചാരിക്കേണ്ട, നല്ല ചുവപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 പട്ടയും കൂടി അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടിതാ നമുക്കിതാ ഈ ഒരു പരുവത്തിലാക്കുക. അതിലേക്ക് കുറച്ച് തേയിലും കൂടി ഇട്ട് വീണ്ടും ഒന്നും കൂടി അടിച്ചിട്ട് അങ്ങനെ നമ്മുടെ മൈലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കയ്യിലൊന്നും ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ എൻ്റെ കൈ വൃത്തികേടാവാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഈ സെലോട്ടെ പൊടി. അപ്പം ചില ആളുകളൊക്കെ എന്നെ പല പേരുകളും വിളിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൈലാഞ്ചി ഇടുന്നത് മടിയുള്ള കാര്യമായതുകൊണ്ട് ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ടതാ ഇങ്ങനെ കൈ ഒന്ന് മുക്കിയെടുക്കാനിതാ. ഇത് അത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ കിട്ടുന്നില്ല, പക്ഷെ ഞാൻ കുറച്ചൊരൊന്ന് ഫീസറിൽ വെച്ചിട്ട് ഇത് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് ഇങ്ങനെ മുക്കെടുക്കാൻ പറ്റിയത്. അങ്ങനെ ഇതാ എല്ലാ കൈയും ഇതേപോലെ ഇങ്ങനെ മുക്കിയെടുത്ത് ഇപ്പം കണ്ടില്ലേ നല്ല ചാണകം ഇട്ട പോലെ ഉണ്ട്. അങ്ങനെ മനസ്സോടെ ഏകദേശം കുറച്ച് സമയം ഞാനിത് വെച്ചു. അങ്ങനെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് കഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മോളാണ് കഴിച്ചെടുക്കുന്നത്. അങ്ങനെ കഴിച്ചെടുത്തപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേന് നല്ല കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് ദിവസം ഇതാ നല്ല കളറ് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ കൈയൊക്കെ. അപ്പോൾ ഇതാ നമുക്കിനി എൻ്റെ നഖം കൂടി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നഖം ഒന്ന് കറുപ്പിച്ചിട്ട് കാണിച്ചു തരാം. ബായ്.